22/8/24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ മുഴുവൻ കൽപ്പത്തിൽ ഓൾറൗണ്ട് പാർട്ട് അഭിനയിച്ചു. ഇപ്പോൾ പാർട്ട് പൂർത്തിയായി കഴിഞ്ഞു. വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. ചോദ്യം: കുട്ടികളായ നിങ്ങൾ ഏത് വാക്കുകൾ കൊണ്ട് തൻ്റെ ഭാഗ്യത്തിൻ്റെ മഹിമ വർണ്ണിക്കുന്നു? ഉത്തരം: നമ്മൾ ബ്രാഹ്മണർ കുടുംബിയാണ്. നമ്മളെ നിരാകാരനായ ഭഗവാൻ ഇരുന്ന് പഠിപ്പിക്കുന്നു. ലോകത്തിൽ മനുഷ്യൻ മനുഷ്യനെ പഠിപ്പിക്കുന്നു. എന്നാൽ നമ്മളെ സ്വയം ഭഗവാൻ പഠിപ്പിക്കുന്നു. അപ്പോൾ എത്ര ഭാഗ്യശാലിയായി? ചോദ്യം: ഈ ഡ്രാമയിൽ ഏറ്റവും വലിയ പൊസിഷൻ ആരുടേതാണ്? ഉത്തരം: നിരാകാരനായ ബാബയുടേത്. ആ ഒന്ന് ആത്മാക്കളായ നിങ്ങളേവരുടെയും പിതാവാണ്. സർവ ആത്മാക്കളും ഡ്രാമയുടെ നൂലിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഏറ്റവും വലിയ പൊസിഷൻ ബാബയുടേതാണ്. ഓം ശാന്തി. ആത്മീയ കുട്ടികളോട് ആത്മീയ പിതാവ് ചോദിക്കുകയാണ്, മധുരമായ കുട്ടികളെ, തൻ്റെ വീടായ ശാന്തിധാമം ഓർമ്മയുണ്ടോ? മറന്നുപോയില്ലല്ലോ. ഇപ്പോൾ 84ൻ്റെ ചക്രം പൂർത്തിയായി. എങ്ങനെ പൂർത്തിയായി എന്നതും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. സത്യയുഗം മുതൽ കലിയുഗ അന്തിമം വരെയും ഇങ്ങനെ മറ്റാർക്കും ചോദിക്കാൻ സാധിക്കില്ല. മധുരമായ ഓമന സന്താനങ്ങളോട് ബാബ ചോദിക്കുകയാണ്, ഇപ്പോൾ വീട്ടിലേക്ക് പോകേണ്ടതുണ്ടല്ലോ. വീട്ടിൽ പോയ ശേഷം പിന്നെ സുഖധാമത്തിൽ വരേണ്ടതുണ്ട്. ഇത് സുഖധാമമൊന്നും അല്ല. ഇത് പഴയ ലോകം ദുഃഖധാമമാണ്. അതാണ് ശാന്തിധാമവും സുഖധാമവും. ഇപ്പോൾ ഈ ദുഃഖത്തിൽ നിന്നും മുക്തമായി മുക്തിധാമത്തിലേക്ക് പോകേണ്ടതുണ്ട്. മുക്തിധാമം അഥവാ ശാന്തിധാമം മുന്നിൽ നിൽക്കുന്നത് പോലെയാണ്. അത് വീടാണ്. പിന്നെ നിങ്ങൾ പുതിയ വിശ്വത്തിൽ വരും. അവിടെ പവിത്രതയും സുഖവും ശാന്തിയും ഉണ്ടായിരിക്കും. ഇത് മനസ്സിലാക്കുന്നുണ്ടല്ലോ. പാടുന്നതും ഇതാണ്. ബാബയെയും വിളിക്കുന്നു, ഹേ പതീത പാവന, ഈ പതീത ലോകത്തിൽ നിന്നും നമ്മളെ കൊണ്ടുപോകൂ. ഇതിൽ വളരെയധികം ദുഃഖമുണ്ട്. നമ്മളെ സുഖത്തിലേക്ക് കൊണ്ടുപോകൂ. സ്മൃതിയിൽ വരുന്നു. സ്വർഗത്തെ എല്ലാവരും ഓർമ്മിക്കുന്നു. ശരീരം ഉപേക്ഷിച്ചു എങ്കിൽ പറയും സ്വർഗത്തിൽ പോയി. ലെഫ്റ്റ് ഫോർ ഹെവൻലി അബോർഡ്. ആരാണ് ലെഫ്റ്റ് ചെയ്തത്? ആത്മാവ്. ശരീരം പോകുന്നില്ല, ആത്മാവ് തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ തന്നെയാണ് ശാന്തിധാമത്തെയും സുഖധാമത്തെയും അറിയുന്നത്. മറ്റാരും അറിയുന്നില്ല. കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിൽ നോളജ് ഉണ്ട്. ശാന്തിധാമം എന്താണ്, സുഖധാമം എന്താണ്. നിങ്ങൾ സുഖധാമത്തിൽ ആയിരുന്നു. ഇപ്പോൾ പിന്നെ ദുഃഖധാമത്തിൽ വന്നിരിക്കുകയാണ്. സെക്കൻഡ്, മിനിറ്റ്, മണിക്കൂർ, ദിവസം, വർഷം കടന്നുപോയി. ഇപ്പോൾ 5000 വർഷത്തിൽ ബാക്കി കുറച്ച് ദിവസങ്ങളാണ് അവശേഷിക്കുന്നത്. ബാബ കുട്ടികൾക്ക് സ്മൃതി വരുത്തിക്കൊണ്ടിരിക്കുന്നു. വളരെ സഹജമായ കാര്യമാണ്. ഇതിൽ കുഴങ്ങിപ്പോകേണ്ട ആവശ്യമേ ഇല്ല. ആത്മാവ് 84 ജന്മങ്ങൾ എങ്ങനെ എടുക്കുന്നു, ഇതും ആർക്കും അറിയില്ല. ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ കാര്യം ആർക്കെങ്കിലും ഓർമ്മയുണ്ടായിരിക്കുന്നത് പോലും പ്രയാസമാണ്. ഇത് 5000 വർഷത്തിൻ്റെ കാര്യമാണ്. വ്യാപാരികളും കണക്ക് പുസ്തകത്തിൽ സ്വസ്തിക വരയ്ക്കുന്നു. അതിനെ ഗണേഷ് എന്ന് പറയുന്നു. ഗണപതിക്ക് ആനയുടെ തുമ്പിക്കൈ കാണിക്കുന്നു. മനുഷ്യൻ പൈസ ചിലവഴിക്കുന്നു, ചിത്രവും മറ്റും ഉണ്ടാക്കുന്നു. ഇതിനെ വേസ്റ്റ് ഓഫ് ടൈം എന്ന് പറയുന്നു. നിങ്ങളിൽ എത്ര ശക്തി ഉണ്ടായിരുന്നു, അത് ദിനം പ്രതിദിനം കുറഞ്ഞു വന്നു. വാഹനത്തിൽ പെട്രോൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ ഇപ്പോഴാണെങ്കിൽ നിങ്ങൾ വളരെ ദുർബലമായി പോയി. 5000 വർഷം മുമ്പ് ഭാരതം എന്തായിരുന്നു? അളവറ്റ സുഖമുണ്ടായിരുന്നു. എത്ര അത്യധികം ധനമുണ്ടായിരുന്നു.
ഈ രാജ്യം അവർ എങ്ങനെ നേടി? രാജയോഗം പഠിച്ചിരുന്നു. ഇതിൽ യുദ്ധത്തിൻ്റെയോ മറ്റോ കാര്യമേ ഇല്ല. ഇതിനെ പറയുന്നത് ജ്ഞാനത്തിൻ്റെ അസ്ത്രശസ്ത്രം എന്നാണ്. മറ്റേതെങ്കിലും സ്ഥൂല കാര്യമില്ല. ജ്ഞാനത്തിൻ്റെ അസ്ത്രശസ്ത്രമാണ്. ജ്ഞാനം, വിജ്ഞാനം, ഓർമ്മ. ജ്ഞാനത്തിൻ്റേത് എത്ര വലിയ ശക്തമായ അസ്ത്രശസ്ത്രമാണ്. മുഴുവൻ വിശ്വത്തിൻ്റെ മേലും നിങ്ങൾ രാജ്യം ഭരിക്കുന്നു. ദേവതമാരെ അഹിംസകർ എന്ന് പറയുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് മനുഷ്യനിൽ നിന്നും ദേവതയാകുന്നതിൻ്റെ ശിക്ഷണം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാം, നമ്മൾ ഓരോ 5000 വർഷത്തിനു ശേഷവും പരിധിയില്ലാത്ത ബാബയിൽ നിന്നും ഈ പരിധിയില്ലാത്ത സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുന്നു. ഇത് ആത്മാവിൻ്റെ കാര്യമാണ്. ഇതിൽ സ്ഥൂലമായ യുദ്ധത്തിൻ്റെയോ മറ്റോ ഒരു കാര്യവുമില്ല. ആത്മാവ് പതീതമായിരിക്കുകയാണ്. അതിനാൽ അത് പാവനമാകുന്നതിനു വേണ്ടി ബാബയെ വിളിക്കുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, മധുരമധുരമായ കുട്ടികളെ, ഇപ്പോൾ വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. ഇത് ജീവാത്മാക്കളുടെ ലോകമാണ്. അത് ആത്മാക്കളുടെ ലോകമാണ്. അതിനെ ജീവാത്മാക്കളുടെ ലോകം എന്ന് പറയില്ല. ഇത് അടിക്കടി സ്മൃതിയിൽ കൊണ്ടുവരണം. നമ്മൾ ദൂരദേശത്ത് വസിക്കുന്നവരാണ്. നമ്മൾ ആത്മാക്കളുടെ വീടാണ് ബ്രഹ്മാണ്ഡം. ഇതും ബുദ്ധിയിലുണ്ടായിരിക്കട്ടെ. നമ്മൾ അവിടെ വസിക്കുന്നു. ഈ ആകാശ തത്വത്തിനും ഉപരി അവിടെ സൂര്യചന്ദ്രനും ഉണ്ടായിരിക്കുന്നില്ല. നമ്മൾ അവിടെ വസിക്കുന്നവർ ഇവിടെ പാർട്ട് അഭിനയിക്കുവാൻ വന്നിരിക്കുന്നു. 84ൻ്റെ പാർട്ട് അഭിനയിക്കുന്നു. എല്ലാവർക്കും 84 ജന്മങ്ങൾ എടുക്കുവാൻ സാധിക്കില്ല. പതുക്കെ പതുക്കെ മുകളിൽ നിന്നും ഇറങ്ങി വരുന്നു. നമ്മൾ ഓൾറൗണ്ടറാണ്. എല്ലാ ജോലികളും ചെയ്യുന്നവരെയാണ് ഓൾറൗണ്ടർ എന്ന് പറയുന്നത്. നിങ്ങളും ഓൾറൗണ്ടറാണ്. ആദ്യം മുതൽ അന്ത്യം വരെ നിങ്ങൾക്ക് പാർട്ടുണ്ട്. ഇപ്പോൾ ഈ ചക്രത്തിൻ്റെ അന്തിമമാണ്. എന്നിരുന്നാലും മുകളിൽ നിന്നും വന്നുകൊണ്ടേയിരിക്കുന്നു. ധാരാളം കുട്ടികൾ അവശേഷിക്കുകയാണ്. അവർ മുകളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നു. അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ബാബ കുട്ടികളായി നിങ്ങൾക്ക് ഹംസോ, അതായത് ഞാൻ അതാകുന്നു എന്നതിൻ്റെ അർത്ഥവും മനസ്സിലാക്കിച്ചു തന്നു. അവർ പറയുന്നു, ഞാൻ ആത്മാവ് തന്നെയാണ് പരമാത്മാവ്. അവർക്ക് ഡ്രാമയുടെ ആദ്യം, മധ്യ, അന്ത്യം, ഡ്യൂറേഷൻ തുടങ്ങിയവ ഒന്നും അറിയില്ല. നിങ്ങൾക്ക് ബാബ മനസ്സിലാക്കിച്ചു തന്നു, ഈ ശരീരത്തിൽ നിങ്ങൾ ഇപ്പോൾ ബ്രാഹ്മണരാണ്. പ്രജാപിത ബ്രഹ്മാവിലൂടെ ശിവ് ബാബ നിങ്ങളെ അഡോപ്റ്റ് ചെയ്തു, പഠിപ്പിക്കുന്നു. ഇതും ഓർമ്മയുണ്ടായിരിക്കേണ്ടതാണല്ലോ. ബാബ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒന്ന് ഉയർന്നതിലും ഉയർന്ന ഭഗവാനാണ്. എല്ലാ ആത്മാക്കളും ഈ ഡ്രാമയുടെ ചരടിൽ കോർക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ അറിയുന്നുണ്ട്, നമ്മൾ തുടക്കത്തിൽ ദേവതയായിരുന്നു. പിന്നെ നമ്മൾ തന്നെ ക്ഷത്രിയ ധർമ്മത്തിൽ വന്നു. അതായത് സൂര്യവംശിയിൽ നിന്നും ചന്ദ്രവംശിയിലേക്ക് വന്നു. ഇത്രയും ജന്മങ്ങളെടുത്തു. ഇതെല്ലാം അറിയാമായിരിക്കേണ്ടതാണ്. ഈ നോളജ് ആദ്യം നിങ്ങളിൽ തീർത്തും ഇല്ലായിരുന്നു. ഇപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തന്നു, ഇത് വർണ്ണങ്ങളുടെ കുട്ടിക്കരണ മറിച്ചിലാണ്. ഇപ്പോൾ വീണ്ടും ശൂദ്രനിൽ നിന്നും ബ്രാഹ്മണനായിരിക്കുന്നു. ബ്രാഹ്മണനിൽ നിന്നും പിന്നെ ദേവതയാകും. വിരാട് രൂപം കാണിക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ ബുദ്ധിയിൽ മുഴുവൻ ജ്ഞാനവുമുണ്ട്. എങ്ങനെ നമ്മൾ താഴെ ഇറങ്ങി, പിന്നെ ബ്രാഹ്മണ കുലത്തിൽ വന്നു, വീണ്ടും ഡെയ്റ്റി ഡിനസ്റ്റിയിൽ വന്നു. ഇപ്പോൾ നിങ്ങൾ ബ്രാഹ്മണർ കുടുമയാണ്. കുടുമ ഏറ്റവും ഉയർന്നതാണ്. നിങ്ങളുടേതുപോലെ ഉയർന്ന കുലം എന്ന് ഏതിനെയാണ് പറയുക? ഭഗവാനായ ബാബ വന്ന് നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എത്ര ഭാഗ്യശാലിയാണ്. തൻ്റെ ഭാഗ്യത്തിൻ്റെ അല്പം മഹിമ വർണ്ണിക്കൂ. പുറത്താണെങ്കിൽ എല്ലാം മനുഷ്യനാണ് മനുഷ്യനെ പഠിപ്പിക്കുന്നത്. ഇതാണെങ്കിൽ നിരാകാരനായ പിതാവാണ്. ഈ ബാബ കൽപ്പകൽപ്പങ്ങളിൽ ഒരേ ഒരു തവണ വന്ന് നോളജ് നൽകുന്നു.
പഠിത്തം ഓരോരുത്തരും പഠിക്കുന്നുവല്ലോ. ബാരിസ്റ്ററിൻ്റെ നോളജ് പഠിച്ച് ബാരിസ്റ്ററാകുന്നു. അതെല്ലാം മനുഷ്യരെ പഠിപ്പിച്ചു വരുന്നു. ഇപ്പോൾ ഇതാണ് ഭഗവാൻ ഉവാച. മനുഷ്യനെ ഒരിക്കലും ഭഗവാൻ എന്ന് പറയുകയില്ല. ആ ഒന്ന് നിരാകാരനാണ്. ആ ഒന്ന് ഇവിടെ വന്ന് കുട്ടികളായ നിങ്ങളെ പഠിപ്പിക്കുന്നു. പഠനം സൂക്ഷ്മവദനത്തിലോ മൂലവദനത്തിലോ അല്ല പഠിക്കേണ്ടത്. പഠനം നടക്കുന്നതേ ഇവിടെയാണ്. ഇതിൽ കുഴങ്ങിപ്പോകുന്നതിൻ്റെ ഏതെങ്കിലും കാര്യമേയില്ല. സ്കൂളിൽ എപ്പോഴെങ്കിലും സ്റ്റുഡൻസ് ഞാൻ കുഴങ്ങിപ്പോകുന്നു, എനിക്ക് നിശ്ചയമുണ്ടാകുന്നില്ല എന്ന് പറയുമോ? പഠനം പഠിച്ച് തൻ്റെ സ്റ്റാറ്റസ് നേടുന്നു. ഈ ലക്ഷ്മി നാരായണൻ സത്യയുഗത്തിൻ്റെ ആദിയിൽ വിശ്വത്തിൻ്റെ അധികാരി എങ്ങനെയായി? തീർച്ചയായും ബാബയിലൂടെ ആയി. ബാബ സത്യമാണ് പറഞ്ഞു തരിക. ഭഗവാന് റോങ് ആയത് പറയുവാൻ സാധിക്കില്ല. വളരെ വലിയ പരീക്ഷയാണ്. ഈ സമയത്താണെങ്കിൽ പ്രജകളുടെ മേൽ പ്രജകളുടെ രാജ്യമാണ്. രാജാവോ റാണിയോ ഇല്ല. സത്യയുഗത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ കലിയുഗ അന്ത്യത്തിൽ ഇല്ല. ഇതിനെ പറയുന്നത് പഞ്ചായത്തി രാജ്യം എന്നാണ്. ഗീതയിൽ കൗരവരും പാണ്ഡവരും എന്ന് എഴുതിയിട്ടുണ്ട്. ആത്മീയ വഴികാട്ടികൾ നിങ്ങളാണല്ലോ. എല്ലാവർക്കും ആത്മീയ വീടിൻ്റെ വഴി പറഞ്ഞു കൊടുക്കുന്നു. അത് നിങ്ങൾ ആത്മാക്കളുടെ ആത്മീയ വീടാണ്. ആത്മാവ് ജന്മമെടുത്ത് പാർട്ട് അഭിനയിക്കുന്നു. ഈ കാര്യങ്ങൾ നിങ്ങളല്ലാതെ മറ്റാരും അറിയുന്നില്ല. ഋഷി മുനി തുടങ്ങി ആരും തന്നെ രചയിതാവിനെയോ രചനയുടെ ആദിമധ്യ അന്ത്യത്തെയോ അറിയുന്നില്ല. ലക്ഷക്കണക്കിന് വർഷങ്ങൾ എന്ന് പറയുന്നു. എന്നാൽ അതിൻ്റെയും പൂർണ്ണമായ കണക്കില്ല. പകുതിയും ആവുക സാധ്യമല്ല. മുഴുവൻ പകുതിയും സുഖധാമം, പിന്നെ മുഴുവൻ പകുതിയും ദുഃഖധാമം. ഇത് പതീത ലോകമാണ്, വിഷയസാണ്. അത് വൈസ്ലെസ് ആണ്. ബാബ എത്ര ഉയർന്നതിലും ഉയർന്നതാണ്. എന്നാൽ എത്ര സാധാരണമാണ്. ഏതെങ്കിലും വലിയ വ്യക്തിയെയോ ഓഫീസേഴ്സിനെയോ മറ്റോ കണ്ടുമുട്ടുമ്പോൾ അവർക്ക് എത്ര റിഗാർഡ് നൽകുന്നു. പതീത ലോകത്തിൽ പതീതമായ മനുഷ്യർ പതീതരെയാണ് കാണുന്നത്. പാവനമായവർ ഗുപ്തമാണ്. പുറമേ ഒന്നും കാണപ്പെടുന്നില്ല. ബാബയെ പറയുന്നത് നോളജ്ഫുൾ, ബ്ലിസ്ഫുൾ എന്നാണ്. എല്ലാ കാര്യങ്ങളും ബാബയിൽ ഫുള്ളാണ്. അതിനാൽ ആ ഒന്നിനെ ജ്ഞാനത്തിൻ്റെ സാഗരം എന്ന് പറയുന്നു. ഓരോ മനുഷ്യൻ്റെയും പൊസിഷൻ്റെ മഹിമ വ്യത്യസ്തമാണ്. മന്ത്രിയെ മന്ത്രിയെന്നും പ്രൈം മിനിസ്റ്ററിനെ പ്രൈം മിനിസ്റ്റർ എന്നും പറയും. ഈ ഒന്ന് ഉയർന്നതിലും ഉയർന്ന ഭഗവാനാണ്. ഏറ്റവും വലിയ പൊസിഷനാണ് നിരാകാരനായ ബാബയുടേത്. നമ്മളേവരും ആ ഒന്നിൻ്റെ സന്താനങ്ങളാണ്. അവിടെ നമ്മളേവരും ബാബയോടൊപ്പം പരംധാമത്തിൽ വസിക്കുന്നു. അത് വീടാണ്. ഇവിടെ എല്ലാവർക്കും അവരവരുടേതായ പാർട്ട് ലഭിച്ചിട്ടുണ്ട്. ചിലർ ഒരു ജന്മത്തിൻ്റെ പോലും പാർട്ട് അഭിനയിച്ച ശേഷം തിരികെ പോകുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഇത് മനുഷ്യ സൃഷ്ടിയുടെ വെറൈറ്റി വൃക്ഷമാണ്. ഒന്ന് മറ്റൊന്നിനോട് ചേരില്ല. ആത്മാവ് ഒന്നുപോലെയാണ്. പിന്നെ ശരീരം ഒന്ന് മറ്റൊന്നുപോലെ ആയിരിക്കില്ല. ഒരു നാടകവും കാണിക്കുന്നു. അതിൽ ഒരേപോലെയുള്ള രണ്ട് മുഖം ഉണ്ടാക്കി അതിൽ എൻ്റെ പതി ഇതാണോ മറ്റതാണോ എന്നറിയാത്ത വിധം കുഴങ്ങിപ്പോകുന്നു. ഇതാണെങ്കിൽ പരിധിയില്ലാത്ത കളിയാണ്. ഇതിൽ ഒരാളുടേത് പോലെ ആയിരിക്കില്ല മറ്റൊരാളുടേത്. ഓരോരുത്തരുടെയും ഫീച്ചേഴ്സ് വേറെ വേറെയാണ്. ആയുസ് ഒന്നുപോലെ ആയാലും ഫീച്ചേഴ്സ് ഒന്നുപോലെ ആവുക സാധ്യമല്ല. ഓരോ ജന്മത്തിലും ഫീച്ചേഴ്സ് മാറിക്കൊണ്ടേയിരിക്കും. എത്ര വലിയ പരിധിയില്ലാത്ത നാടകമാണ്. അപ്പോൾ അതിനെ അറിയേണ്ടതാണല്ലോ. മുഴുവൻ സൃഷ്ടിയുടെയും ആദിമധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനം നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. ഓരോരുത്തർക്കും ഡ്രാമയിൽ ഏതൊരു പാർട്ടുണ്ടോ അത് തന്നെ അഭിനയിക്കും. ഡ്രാമയിൽ ആരെങ്കിലും റീപ്ലേസ് ആവുക സാധ്യമല്ല. പരിധിയില്ലാത്ത ഡ്രാമയാണല്ലോ. ജന്മം എടുത്തുകൊണ്ടേയിരിക്കുന്നു. എല്ലാവരുടെയും ഫീച്ചേഴ്സ് വേറെ വേറെയാണ്. എത്ര വെറൈറ്റി ഫീച്ചേഴ്സാണ്.
ഈ നോളജ് മുഴുവനും ബുദ്ധി കൊണ്ട് മനസ്സിലാക്കേണ്ട ഒന്നാണ്. ഏതെങ്കിലും പുസ്തകമോ മറ്റോ ഇല്ല. ഗീതയുടെ ഭഗവാൻ കയ്യിൽ ഗീത എടുത്തുകൊണ്ട് വരുന്നുണ്ടോ? ആ ഒന്ന് ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. പുസ്തകം കൊണ്ടുവന്നിട്ടൊന്നുമില്ല. പുസ്തകം തയ്യാറാക്കപ്പെടുന്നത് ഭക്തിമാർഗത്തിലാണ്. ഇതെല്ലാം ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. ഒരു സെക്കൻഡ് പോലെയായിരിക്കില്ല മറ്റൊന്ന്. കുട്ടികളായ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാക്കിച്ചു തന്നു. ചക്രം പൂർത്തിയായ ശേഷം വീണ്ടും പുതിയതായി ആരംഭിക്കും. ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ബാബയെയും നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. രചനയെയും അറിഞ്ഞു കഴിഞ്ഞു. മൂലവതനത്തിൽ നിന്നും ഇവിടെ പാർട്ട് അഭിനയിക്കുവാൻ വരുന്നു. സ്റ്റേജ് എത്ര വലുതാണ്! ഇതിനെ ആർക്കും അളക്കുവാൻ സാധിക്കില്ല. ആർക്കും എത്തിച്ചേരുവാൻ സാധിക്കുന്നില്ല. സാഗരത്തിൻ്റെയോ ആകാശത്തിൻ്റെയോ അറ്റം കണ്ടെത്താൻ സാധിക്കില്ല. അതിനാൽ അനന്തം എന്ന് പാടപ്പെടുന്നു. മുൻപ് ഇത്രയും പരിശ്രമിച്ചിരുന്നില്ല. ഇപ്പോൾ പരിശ്രമിക്കുന്നു. സയൻസും ഇപ്പോഴുണ്ട്. വീണ്ടും എപ്പോൾ ആരംഭിക്കും? അവരുടെ പാർട്ടാകുമ്പോൾ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശാസ്ത്രങ്ങളില്ല. കേൾപ്പിക്കുന്നതിൻ്റെതിനു പകരം കേൾക്കുന്നവൻ്റെ പേര് ചേർത്തിരിക്കുകയാണ്. ഇത് കറുത്ത ആത്മാവാണ്, മറ്റേത് വെളുത്ത ആത്മാവ്. കറുത്ത ആത്മാവ് ഈ ഒന്നിലൂടെ കേട്ട് വെളുപ്പായി. നോളജിലൂടെ എത്ര ഉയർന്ന പദവി ലഭിക്കുന്നു! ഇത് ഗീതാ പാഠശാലയാണ്. ആരാണ് പഠിപ്പിക്കുന്നത്? ഭഗവാൻ രാജയോഗം പഠിപ്പിക്കുന്നു, അമരപുരിയിലേക്ക് വേണ്ടി. അതിനാൽ ഇതിനെ അമരകഥ എന്നും പറയുന്നു. തീർച്ചയായും സംഗമയുഗത്തിൽ തന്നെയായിരിക്കും കേൾപ്പിച്ചിട്ടുണ്ടാവുക. ആര് കഴിഞ്ഞ കൽപ്പത്തിൽ പഠിച്ചുവോ അവർ തന്നെ വന്ന് വീണ്ടും പഠിക്കും. നമ്പർ വൈസായി പദവി നേടുകയും ചെയ്യും. നിങ്ങൾ ഇവിടെ എത്ര തവണ വന്നിട്ടുണ്ട്? എണ്ണമറ്റ തവണ. ഈ നാടകം എപ്പോൾ ആരംഭിച്ചു എന്നാരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ പറയും, ഇത് അനാദിയായി തുടർന്നു വരികയാണ്. എണ്ണുന്നതിൻ്റെ കാര്യമേ ഉണ്ടാവുക സാധ്യമല്ല. ചോദിക്കുന്നതിൻ്റെ ചിന്തയും വരുന്നില്ല. ശാസ്ത്രങ്ങളിലുള്ളതെല്ലാം ഭക്തിമാർഗത്തിലെ കഥകളാണ്. അത് പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇവിടെയാണെങ്കിൽ അനേകം ഭാഷകളുണ്ട്. സത്യയുഗത്തിൽ അനേകം ഭാഷകൾ ഉണ്ടായിരിക്കില്ല. ഏകധർമ്മം, ഏക ഭാഷ, ഏക രാജ്യത്തിൻ്റെ സ്ഥാപന നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരാണെങ്കിൽ ശാന്തി സ്ഥാപിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നവർക്ക് പ്രൈസ് നൽകിക്കൊണ്ടിരിക്കുന്നു. ശിവബാബ നിങ്ങൾക്ക് മുഴുവൻ വിശ്വത്തിലും ശാന്തി സ്ഥാപിക്കുന്നതിൻ്റെ നിർദ്ദേശം നൽകുന്നു. ആ ഒന്നിന് നിങ്ങൾ എന്ത് പ്രൈസ് നൽകും? ആ ഒന്നാണ് നിങ്ങൾക്ക് പ്രൈസ് നൽകുന്നത്. വാങ്ങുന്നില്ല. ഇത് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇന്നലെയുടെ കാര്യമാണ്. അതിൽ ഇവരുടെ രാജ്യമുണ്ടായിരുന്നു. ഇപ്പോൾ താമസിക്കാൻ സ്ഥലമില്ല. അവിടെയാണെങ്കിൽ 2-3 നിലകൾ ഉണ്ടാക്കേണ്ട പോലും ആവശ്യമില്ല. തടിയുടെയും മറ്റും ആവശ്യമില്ല. അവിടെ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും കെട്ടിടങ്ങൾ ഉണ്ടായിരിക്കും. സയൻസിൻ്റെ ബലത്താൽ പെട്ടെന്ന് കെട്ടിടം തയ്യാറാകുന്നു. ഇവിടെയാണെങ്കിൽ സയൻസിലൂടെ സുഖവുമുണ്ട്, ദുഃഖവുമുണ്ട്. ഇതിലൂടെ മുഴുവൻ ലോകവും ഇല്ലാതായി പോകും. ഇതിനെ ഫോൾ ഓഫ് പോംപിയ എന്ന് പറയുന്നു. മായയുടെ എത്ര പോംപാണ്, ആഡംബരമാണ്. ധനികരെ സംബന്ധിച്ച് സ്വർഗം പോലെയാണ്. അതിനാൽ അവർ നിങ്ങളുടെ കാര്യം പോലും കേൾക്കുന്നില്ല. മുൻപ് നിങ്ങളും അറിഞ്ഞിരുന്നില്ല. ഇവിടെ ബാബ വന്ന് ഡയറക്റ്റായി നിങ്ങളെ പഠിപ്പിക്കുന്നു. പുറത്താണെങ്കിൽ കുട്ടികളാണ് പഠിപ്പിക്കുന്നത്. മിത്രസംബന്ധികളുടെയും മറ്റും ഓർമ്മ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇവിടെയാണെങ്കിൽ ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ദിനം പ്രതിദിനം നിങ്ങൾ ഓർമ്മയുടെ യാത്രയിൽ ഉറച്ചവർ ആയിക്കൊണ്ടിരിക്കും. പിന്നെ നിങ്ങൾക്ക് യാതൊന്നും ഓർമ്മ വരില്ല. കേവലം വീടിൻ്റെയും രാജധാനിയുടെയും ഓർമ്മ വരും. പിന്നെ ഈ തൊഴിലും മറ്റും ഓർമ്മ വരില്ല. ഇരിക്കവേ തന്നെ ഹാർട്ട് ഫെയിൽ ആകും വിധം മരിക്കും. ദുഃഖത്തിൻ്റെ കാര്യമേ ഇല്ല. ഹോസ്പിറ്റലും മറ്റും ഒന്നും ഉണ്ടായിരിക്കില്ല. ബാബയെ അറിഞ്ഞു, സ്വർഗത്തിൻ്റെ അധികാരിയായി. നിങ്ങളുടേതാണെങ്കിൽ അവകാശമാണ്, എല്ലാവരുടേതുമല്ല. കാരണം സ്വർഗത്തിൽ എല്ലാവരും വരികയില്ലല്ലോ.
ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം. ആത്മീയ വഴികാട്ടിയായി എല്ലാവർക്കും ആത്മീയ വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കണം. ജ്ഞാനത്തിൻ്റെയും യോഗത്തിൻ്റെയും അസ്ത്രശസ്ത്രങ്ങളിലൂടെ മുഴുവൻ വിശ്വത്തിൻ്റെ മേലും രാജ്യം ഭരിക്കണം. ഡബിൾ അഹിംസകരാകണം. 84 ജന്മങ്ങളുടെ ഓൾറൗണ്ട് പാർട്ട് അഭിനയിക്കുന്നവർക്ക് ഇപ്പോൾ ഓൾറൗണ്ടർ ആകേണ്ടതുണ്ട്. എല്ലാ കാര്യങ്ങളും ചെയ്യണം. പരിധിയില്ലാത്ത വെറൈറ്റി ഡ്രാമയിൽ ഓരോ ആക്ടറിൻ്റെയും പാർട്ട് കണ്ടുകൊണ്ട് ഹർഷിതമായിരിക്കണം. വരദാനം. അവിനാശി ഉന്മേഷത്തിലൂടെ ഉത്സാഹത്തിലൂടെ കൊടുങ്കാറ്റിനെ സമ്മാനമാക്കി മാറ്റുന്ന ശ്രേഷ്ഠ ബ്രാഹ്മണ ആത്മാവായി ഭവിക്കട്ടെ. ഉന്മേഷവും ഉത്സാഹവും തന്നെയാണ് ബ്രാഹ്മണരുടെ പറക്കുന്ന കലയുടെ ചിറകുകൾ. ഈ ചിറകുകൾ കൊണ്ട് സദാ പറന്നുകൊണ്ടിരിക്കൂ. ഈ ഉന്മേഷവും ഉത്സാഹവും ബ്രാഹ്മണരായ താങ്കൾക്ക് വലുതിലും വലിയ ശക്തിയാണ്. വരണ്ട ജീവിതമല്ല, ഉന്മേഷത്തിൻ്റെയും ഉത്സാഹത്തിൻ്റെയും രസം സദാ ഉണ്ട്. ഉന്മേഷവും ഉത്സാഹവും പ്രയാസത്തെയും സഹജമാക്കി മാറ്റുന്നു. അവർ ഒരിക്കലും നിരാശമാവുക സാധ്യമല്ല. ഉത്സാഹം കൊടുങ്കാറ്റിനെ സമ്മാനമാക്കി മാറ്റുന്നു. ഉത്സാഹം ഏതൊരു പരീക്ഷയെയും സമസ്യയെയും മനോരഞ്ജകമായി അനുഭവിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള അവിനാശി ഉന്മേഷത്തിലും ഉത്സാഹത്തിലും ഇരിക്കുന്നവർ തന്നെയാണ് ശ്രേഷ്ഠ ബ്രാഹ്മണർ. സ്ലോഗൻ. ശാന്തിയുടെ വാസനാധൂപം കത്തിച്ചു വയ്ക്കൂ. അപ്പോൾ അശാന്തിയുടെ ദുർഗന്ധം സമാപ്തമാകും. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. സംഗമയുഗത്തിലെ തപസ്വി സ്വരൂപമാണ് സ്വപരിവർത്തനത്തിൻ്റെയും വിശ്വപരിവർത്തനത്തിൻ്റെയും ആധാരം. ദിവ്യ ബുദ്ധിയാകുന്ന മൂന്നാമത്തെ നേത്രം ശക്തിശാലി ആയിരിക്കുമ്പോഴാണ് നമുക്ക് തപസ്വി സ്വരൂപം ആയിരിക്കുവാൻ സാധിക്കുന്നത്. അല്പസമയം മൂന്നാമത്തെ നേത്രത്തെ ശക്തിശാലിയാക്കുന്ന തപസ്യയിൽ ഇരിക്കാം. സംഗമയുഗേ ബ്രാഹ്മണ ജന്മത്തിൻ്റെ വിശേഷ ഉപഹാരമായി ലഭിച്ച മൂന്നാമത്തെ നേത്രത്തിലൂടെ ദിവ്യ ബുദ്ധിയിലൂടെ ഞാൻ എൻ്റെ ആത്മസ്വരൂപത്തെ ദർശിക്കുന്നു. മസ്തക മധ്യത്തിൽ ഭൃഗുടിയാകുന്ന സിംഹാസനത്തിൽ തിളങ്ങുന്ന മണിയായി ഞാൻ വിരാജിക്കുന്നു. ഞാൻ സ്വരാജ്യ അധികാരി ആത്മാവാണ്. സാകാര ദേഹത്തിൽ നിന്നും പഴയ ലോകത്തിൽ നിന്നും ഞാൻ ഉപരാമമാകുന്നു. മൂന്നാമത്തെ നേത്രത്തിലൂടെ ഞാൻ ആത്മലോകത്തെ ദർശിക്കുന്നു. സമസ്ത വിശ്വത്തിൻ്റെ മംഗളകാരിയായ
ശിവഭഗവാന്റെ ദിവ്യ സാന്നിധ്യത്താൽ പ്രശോഭിതമായിരിക്കുന്ന ആത്മാഗ്രഹത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ എത്ര ആനന്ദമാണ്! എത്ര ശാന്തിയാണ്! മധുരമായ ബാബ മൂന്നാമത്തെ നേത്രത്തിൻ്റെ ദിവ്യ വരദാനം നൽകി എന്നെ ശ്രേഷ്ഠ ഭാഗ്യത്തിൻ്റെ അധികാരിയാക്കി മാറ്റി. ബാബയുടെ സ്നേഹ സാഗര സ്വരൂപത്തെ അനുഭവിച്ചുകൊണ്ട് എന്റേത് ഒരു ബാബ മാത്രം എന്ന ശക്തിശാലിയും ഗഹനവുമായ തപസ്യയുടെ സ്ഥിതിയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഒന്നിൻ്റെ മാത്രം ശക്തിശാലി ഓർമ്മ വികർമ്മങ്ങളുടെ ബന്ധനത്തെ ഭസ്മമാക്കുകയാണ്. സർവഗുണങ്ങളുടെയും ശക്തികളുടെയും ദിവ്യ വരദാനങ്ങളാൽ സമ്പന്നമാക്കുകയാണ്. എന്നിൽ പരമാത്മാ പവിത്രതയുടെ ശക്തി നിറയുന്ന അനുഭവം എനിക്കുണ്ടാകുന്നു. ഈ അതീന്ദ്രിയ സുഖമയ സ്ഥിതിയിൽ ഞാൻ ലീനമാകുന്നു. ഏകരസ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. മായയെ ശക്തിഹീനമാക്കുന്ന, സമസ്യകളെ സമാപ്തമാക്കുന്ന എൻ്റെ മൂന്നാമത്തെ നേത്രം സദാ ശക്തിശാലിയായിരിക്കട്ടെ